വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. എനിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് റേച്ചൽ സോയുടെ ഫ്രണ്ട് ആബ നോക്കി നടന്ന ദൃഷ്ടിദോഷം മാറാനോ അങ്ങനെയൊക്കെയാ പറയുന്നത് കേട്ടോ. എന്തായാലും ശരി. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു സംഭവം അങ്ങ് എടുത്തു. അടുത്തത് വന്നിട്ട് അവസാനം അതൊക്കെ ഞാൻ ഇങ്ങ് പെറുക്കിയെടുത്ത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു 4-5 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അതില് കഴിഞ്ഞ ദിവസം ഞങ്ങള് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സും പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 1-2 പ്രൊഡക്ട്സ് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. അപ്പം അത് ഞാനിപ്പോ അൺബോക്സ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്, അത് എനിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് റേച്ചൽ സോയുടെ ഒരു ഈവിൾ ഐയുടെ ഒരു മോതിരമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് ആബ നോക്കി നടന്ന ഒരു മോതിരമാണ്. ആബ ഇവിടെ എന്റെ ക്യാമറയുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. ആബയാണ് എന്റെ വീഡിയോഗ്രാഫർ. അപ്പം ഈ ഈവിളായുടെ ഒരു മോതിരം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതെന്തിനാ ആബ ഈ ഈവിളായി നമ്മൾ യൂസ് ചെയ്യുന്നത്? ദൃഷ്ടിദോഷം മാറാനോ അങ്ങനെയൊക്കെയാ പറയുന്നത് കേട്ടോ. എന്തായാലും ശരി, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു സംഭവം അങ്ങ് എടുത്തു. അവളുടെ കയ്യിൽ ഇത് ചെറുതായതുകൊണ്ടിട്ട് എന്റെ കയ്യിൽ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇത് വാങ്ങിയതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് ഒരു ബാങ്കിളാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ബാങ്കിളാണ്. ഇത് കാണാൻ പക്ഷെ നല്ല ഭംഗിയാ. യൂഷ്വലി ഞാൻ എപ്പോഴും ഗോൾഡന്റെ ബാംഗിൾസ് ആണ് പ്രിഫർ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗി തോന്നി. ഇതും എനിക്ക് സത്യം പറഞ്ഞാൽ ആബയാണ് സജസ്റ്റ് ചെയ്ത് തന്നത്. ആബയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് അവസാനം പ്രൊഡക്ട്സ് മൊത്തം വാങ്ങിയത് ഞാനാണ്. ആബ നോക്കി നടന്ന കുറെ പ്രൊഡക്ട്സ് ഒക്കെ സൈസ് കറക്റ്റ് ആവാഞ്ഞിട്ട് അവസാനം അതൊക്കെ ഞാൻ ഇങ്ങ് പെറുക്കിയെടുത്ത് ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഞാൻ വാങ്ങിയ നിവ്യയുടെ ഒരു ആന്റി ഡാർക്ക് സ്പോട്ട് സിറം ആണ്. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഉപയോഗിച്ചതിന് ശേഷം ഞാൻ റിവ്യൂ. അടുത്തത് വന്നിട്ട് ഡവിന്റെ ഒരു ആന്റി പെർസ്പിരന്റ് ആണ്. ഇത് ഞാൻ 2 വാങ്ങി. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. ഒന്നാമത് ഇപ്പം സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യും അല്ലെ. അപ്പം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ ഇതിന്റെ ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. ഞാൻ യൂസ് ചെയ്ത ആന്റി പെർസ്പിരന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡവിന്റെ ഈ ഒരു ആന്റി പെർസ്പിരന്റ് ആണ് കേട്ടോ. അപ്പം ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഓരോ പ്രൊഡക്ട്സിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ട്രിപ്പിൾ മോയ്സ്ചറൈസിംഗ് ടെക്നോളജിയാണ്. 0% ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ജിലൈറ്റിന്റെ ഒരു ഹെയർ ട്രിമ്മർ ആണ്. ഫോർ പ്യൂബിക് ഹെയർ ആൻഡ് സ്കിൻ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ട്രിമ്മർ ആണ്. ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെയും നിവ്യയുടെ സിറത്തിന്റെയും കൂടെ ഉള്ള റിവ്യൂ വീഡിയോ ഒരുമിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. ഇനിയാണ് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ഇന്ന് എനിക്ക് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ വീഡിയോ എടുത്ത് നിന്നാണെന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് എന്റെ കയ്യിലോട്ട് കിട്ടിയതേ ഉള്ളൂ. അപ്പം ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിപ്പം എന്താണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട്.
ഓൾറൈറ്റ്. ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു പാക്കേജിംഗ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ബോക്സ് നമുക്ക് മാറ്റി സൈഡിലേക്ക് ഇടാം. വിചാരിച്ചത്ര അത്ര വലിയ സൈസ് ഇല്ല കേട്ടോ. എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനുള്ളില് ഇപ്പൊ തന്നെ നിങ്ങക്ക് ഏകദേശം മനസ്സിലായി കാണും ഇതെന്തു അതിനുള്ളിലെന്ന്. എങ്ങനെ ഉണ്ടാവാ? അടിപൊളി. മൈക്കൽ കോസിന്റെ അടിപൊളി ഒരു ഹാൻഡ് ബാഗ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ചെറിയൊരു ഡിസ്കഷനിലായിരുന്നു. ഇത് വന്നു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ വേറെ കളർ എടുത്താലോ, അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ എം സോ എക്സൈറ്റഡ്. ഇതിന്റെ ഉള്ളില് ഞാൻ കാണിച്ചു തരാം. മൈക്കൽ കോസ് എന്ന് എഴുതിയിട്ട് ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ബാഗ് നമുക്ക് പൊടിയൊന്നും അടിക്കാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൗച്ചാണ്. പിന്നെ പിന്നെ ഇതിന്റെ ഒരു ടാഗ് കിടപ്പുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയ ഒരു നല്ലൊരു ബാഗാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബാഗ്. നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ ബാഗിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു എക്സ്ട്രാ സ്ട്രാപ്പാണ്. അപ്പൊ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.